നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് ബൈയുടെ ഓൺ ബ്രാൻഡായ ഇൻസിഗ്ന എന്ന് പറഞ്ഞൊരു കമ്പനി യുടെ ഒരു M.2 NVMe to USB-C ഒരു SSD ഡ്രൈവാണ്. നമ്മുടെ ഇൻറ്റേർണൽ SSD അതിൽ നമ്മൾ ഒരു ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറയാൻ പറ്റില്ല, SSD ഡ്രൈവർ എന്ന് തന്നെ പറയണം. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ്. പെട്ടിക്കകത്തൊന്നുമില്ല, കുറച്ച് പേപ്പർ വർക്കും പ്രൊഡക്റ്റും USB-Cയും അതുപോലെ അതിൻ്റെ ഒരു കണക്ടറാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. മെറ്റലാണ്, അതാണ് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കുറച്ച് പേപ്പർ വർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് സിമ്പിൾ പാക്കേജ് അകത്തൊന്നുമില്ല, 2 പേപ്പർ വർക്കും പിന്നെ അതിൻ്റെ കുറച്ച് യൂസർ മാനുവൽ. പിന്നെ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് പ്രൊഡക്റ്റ് നോക്കാം. സോ ഇതാണ് ഐറ്റം ക്ലാസ്സാണ്. വളരെ കോമ്പാക്റ്റ് ആട്ടോ. നമുക്ക് 2-3 തരത്തിലുള്ള സൈസിലുള്ള SSD നമുക്ക് റീഡ് ചെയ്യാം. ഭയങ്കര സിമ്പിളാണ്. പ്രത്യേകിച്ച് കണക്ടറും കാര്യങ്ങളൊന്നുമില്ല. ഒരു USB-C ഔട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അത് അതിൻ്റെ ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടിയിട്ട് നമ്മളെ മെറ്റൽ ബോർഡിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ബോക്സിനകത്ത് വരുന്നത് USB-C ആണ്. USB-C to C ആണ് ഒരു കേബിൾ വരുന്നത്. നല്ല കേബിൾ, അത്യാവശ്യം കട്ടിയുള്ള കേബിളാണ്. പിന്നെ ഇപ്പോൾ USB-Aയിൽ കണക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു കണക്ടറുണ്ട്, അതും കൊള്ളാം. 3.0 ആണ്, ബ്ലൂ ലൈനിങ് ഉണ്ട്. സോ ദിസ് ഇസ് ഗുഡ്. സോ വേറെ ഒന്നുമില്ല. ഇനി പ്രൊഡക്റ്റിലേക്ക് പോകാം. സോ ഇതാണ്, കൊള്ളാം. ഇൻസിഗ്ന ബ്രാൻഡിങ്ങും സാധനങ്ങളെല്ലാം കൊള്ളാം. ഗ്ലാസ് ലുക്ക് കേട്ടോ. മെറ്റലുമാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഒരു വെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. എനിക്കൊന്ന് ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കത് പ്ലഗ് ചെയ്ത് നോക്കാം എന്തായാലും സിറ്റുവേഷൻ. സോ 3 സൈസിലുള്ള SSD നമുക്ക് ലോഡ് ചെയ്യാം കേട്ടോ. അതിനകത്ത് ഒരു പറയുന്ന സ്പീഡ് 10 GB/s ആണ്. നമുക്കത് കിട്ടുമെന്ന് നോക്കാം. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. സോ എൻ്റെ കയ്യിലുള്ളൊരു GB-ൻ്റെ 1 TBയുടെ SSD ആണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അത് ഇതിൽ ലോഡ് ചെയ്യാനായിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് അത് അഴിക്കാൻ പറയണത്. നമുക്ക് അതിൻ്റെ ഒരു സിമ്പിളായിട്ട് അഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. യെസ്, സാധാ ബാക്കിയുള്ള SSD റീഡറൊക്കെ പോലെ തന്നെ ഒറ്റ ക്ലിക്കിൽ അയച്ചെടുക്കാം. കൊള്ളാം, ക്ലാസ് ആട്ടോ. ബോഡിയൊക്കെ മെറ്റലാണ്, അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ക്ലാസ് ആട്ടോ. നല്ല ബിൽഡാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്.
ഇനി നമുക്ക് ആ ഹീറ്റ് സിങ്ക് അതെല്ലാം പൊക്കത്തോട്ട് ഒട്ടിക്കാം. ചുമ്മാ സ്റ്റിക്കർ പോലെ കുറച്ച് ഒട്ടിക്കാവുന്ന കാര്യമുള്ളൂ. കൊള്ളാം. പറിച്ചിട്ട് SSDയുടെ പൊക്കത്തോട്ട് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ SSDയും ആ മെറ്റൽ ബോഡിയും തമ്മിലൊരു കോണ്ടാക്റ്റ് വരും. അപ്പോൾ ഇവർ ഡിസൈൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ വരുന്ന ഹീറ്റിനെ ആ മെറ്റൽ ബോഡിയിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് കളയാനുള്ളൊരു പരിപാടിയാണ്. കൊള്ളാം, നല്ല ഡിസൈൻ കേട്ടോ. ചുമ്മാ ലോക്ക് ചെയ്യുക, ആ ഒരു എൻക്ലോഷർ അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ലോക്കാവും. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര കോമ്പാക്റ്റാണ്. ഈ SSD എൻക്ലോഷറിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര GB ആണെങ്കിലും SSD ലോഡ് ചെയ്യാം. അപ്പോൾ ഇവർ 10 GB/s അതിൻ്റെ സ്പീഡ് പറയണത്. അപ്പം അത്രയും കിട്ടുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് സ്പീഡും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട്. അവരുടെ തന്നെ കേബിൾ വെച്ചിട്ട് നോക്കാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കേബിള്. ഇച്ചിരി എന്നാ പറയുക, ബൾക്കിയാണെന്ന് തോന്നുന്നു, അത്ര ചെറിയ കേബിളല്ല. കേബിളിൻ്റെ കാര്യത്തിൽ എനിക്ക് ആപ്പിളിൻ്റെ ആ ഒരു ലൈക്ക് തണ്ടർബോൾട്ട് കേബിൾ വരുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഭയങ്കര നമ്മുടെ ആപ്പിളിൻ്റെ ചാർജറിൻ്റെ അത്രയേ ഉള്ളൂ, പക്ഷെ അത് അടിപൊളി കേബിളാണ്. പക്ഷേ ഇത്ര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം നമുക്കുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, പ്ലഗ് ചെയ്യുമ്പോൾ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ കാണിക്കുന്ന പോലെ തന്നെ ലൈറ്റ് കത്തും. പ്ലഗ് ചെയ്തപ്പോൾ തന്നെ ഡിറ്റക്റ്റ് ആയി. ഇനി അതൊന്ന് ഫോർമാറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കോപ്പി ചെയ്ത് നോക്കാം. പേര് അങ്ങനെ തന്നെ കേട്ടോ വരുന്നത്, ബെസ്റ്റ് ബൈയുടെ പേരാണ് വരുന്നത്. നമുക്കത് റീനെയിം ചെയ്യാതിരിക്കാം.